ഒരു കാലത്ത് വലിയ ചങ്ങാതിമാരായിരുന്ന UAE-യും സൗദി അറേബ്യയും തമ്മിൽ ഇപ്പം പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. അവർ തമ്മിൽ യുദ്ധത്തിലാണ്. യമനിലാണ് യുദ്ധം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന് പിന്നിലുള്ള യഥാർത്ഥത്തിലുള്ള കാരണം? ഹൂത്തികൾക്കെതിരെ രണ്ടുപേരും പരസ്പരം ഒന്നിച്ചു നിന്നുകൊണ്ട് യുദ്ധം ചെയ്തതൊക്കെയാണ്. എന്നാൽ അവർ തന്നെ ഇപ്പോൾ പരസ്പരം യുദ്ധം ചെയ്യുന്നു. എന്താണ് പിന്നിൽ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദക്ഷിണ യമനിൽ സൗദി പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം, അതായത് നാഷണൽ ഷീൽഡ് ഫോഴ്സും UAE പിന്തുണയ്ക്കുന്ന വിഭാഗവും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടത്തിൽ അതായത് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ തമ്മിൽ സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ എന്നാണ് STC, അവരെയാണ് UAE പിന്തുണയ്ക്കുന്നത്. ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ ദക്ഷിണ യമന്റെ നേതൃത്വത്തിന് വേണ്ടി വലിയ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൽ തങ്ങളുടെ സഹായം കിട്ടുന്ന സദേൺ ട്രാൻസിഷണൽ കൗൺസിലിന് നൽകാനായിട്ട് UAE അയച്ച ആയുധങ്ങൾ, സൗദി വിമാനങ്ങൾ മുക്കല എന്ന് പറയുന്ന അവിടുത്തെ പോർട്ടിൽ വെച്ചിട്ട് ബോംബിട്ട് തകർത്തു. ഈ ആയുധങ്ങൾ പൂർണ്ണമായിട്ട് ആർമേഡ് കവചിത വാഹനങ്ങൾ, അതുപോലെ പടക്കോപ്പുകൾ, റൈഫിളുകൾ, ഇതെല്ലാം തന്നെ ഈ സൗദി ബോംബാക്രമണത്തിൽ തകർന്നു പോയി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ മാത്രവുമല്ല, 24 മണിക്കൂറിനകം എമിറാത്തികൾ, അത് എമിറാത്തി സിവിലിയൻസ് ആണെങ്കിലും ശരി, എമിറാത്തി സൈനികരാണെങ്കിലും ശരി, യമൻ വിട്ടുപോകണം എന്ന അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ് സൗദി അറേബ്യ. ഇത് വല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് മിഡിൽ ഈസ്റ്റിൽ, ദക്ഷിണ പൂർവേഷ്യയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തെന്നാൽ ഇത്രയും നാളും സൗദി അറേബ്യയും UAE-യും രണ്ട് രാഷ്ട്രങ്ങളും വളരെയധികം സൗഹാർദ്ദത്തോടുകൂടി മുന്നോട്ട് പോയിരുന്ന രാഷ്ട്ര സമൂഹങ്ങളാണ്. ഇവിടെ അവർക്ക് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് ഈ ദക്ഷിണ യമനിൽ എണ്ണയുണ്ട്, ആ എണ്ണയുടെ നിയന്ത്രണത്തിന് വേണ്ടിയാണ് സൗദിയും UAE-യും തമ്മിൽ മത്സരിക്കുന്നതെന്നൊരു വ്യാഖ്യാനമാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ കൊടുക്കുന്നത്. ഇതിൽ ആകെ അമ്പരന്നിരിക്കുന്നതും ഇതികർത്തവ്യത മൂഢരായിട്ടിരിക്കുന്നതും പാകിസ്ഥാനാണ്. കാരണം പാകിസ്ഥാന് സൗദിയുമായിട്ട് ഒപ്പിട്ട കരാർ പ്രകാരം 25,000 സൈനികരെ സൗദിക്ക് അയച്ചു കൊടുക്കണം. ഈ 25,000 സൗദി സൈനികരെ സൗദിക്ക് വേണ്ടി ആയുധമെടുത്ത് പോരാടേണ്ടവരാണ്. അപ്പോൾ അവര് UAE ആയിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നാലും, സൗദി UAE യുദ്ധം നടന്നാൽ പാകിസ്ഥാനികൾ ആരുടെ കൂടെ നിൽക്കും? അവര് UAE-യുടെ കൂടെ നിന്നാൽ സൗദിയുടെ സഹായം പിന്നെ കിട്ടത്തില്ല. സൗദിക്ക് വേണ്ടി ഇറങ്ങി UAE-ക്കെതിരെ പോരാടിയാൽ UAE വലിയ സഹായമാണ് പാകിസ്ഥാന് പലപ്പോഴും ചെയ്യുന്നത്, വലിയ സാമ്പത്തിക സഹായം, അത് ലഭിക്കില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ചെകുത്താനും കടലിനും ഇടയ്ക്കാണ് പാകിസ്ഥാൻ എന്ത് ചെയ്യണം? പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ഈ ദക്ഷിണ പൂർവേഷ്യയിലെ മിഡിൽ ഈസ്റ്റിലെ യാഥാർത്ഥ്യങ്ങൾ അറിയാതെ പോയി ഒരു കുരുക്കിൽ ചാടിയത്. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതൊരു ഭാഗത്ത്. ഇനി ഇതിൻ്റെ വേറൊരു വശത്തിലേക്ക് ഞാൻ കടക്കാം. അതായത് ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ വിചാരിക്കും രണ്ടു രാഷ്ട്രങ്ങളും ഇസ്ലാമിക രാജ്യങ്ങൾ, പിന്നെ എന്താണ് ഇവർ തമ്മിൽ ഈ പോരടിക്കാനുള്ള കാരണം? പക്ഷെ അതൊക്കെ രണ്ടുപേരും ഇസ്ലാമിക രാജ്യങ്ങളാണെന്ന് പറയുമ്പോഴും അതിലൊരുപാട് സൂക്ഷ്മ വശങ്ങളുണ്ട്. അതായത് ഈ സൗദി അറേബ്യ പിന്തുടരുന്നത് ഹനഫി എന്ന സ്കൂളാണ്. ആ ഹനഫിയിലെ വഹാബിസമാണ് സൗദി അറേബ്യയുടെ യഥാർത്ഥ സ്കൂൾ ഓഫ് ജൂറിസ്പ്രൂഡൻസ് എന്ന് വെച്ചാൽ മതപരമായ നിയമങ്ങളും മതപരമായ വ്യാഖ്യാനങ്ങളുമൊക്കെ ഈ വിശാലമായ അർത്ഥത്തിൽ ഹനഫികളുടേതും, പിന്നെ സൂക്ഷ്മമായി പറഞ്ഞാൽ അതിലെ ഹനഫി വിഭാഗത്തിൽ പെടുന്ന വഹാബികളുടേതുമാണ്. തിരിച്ച് നമ്മൾ UAE-യിൽ എത്തുമ്പോൾ അത് മലൈക്കികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. ഇസ്ലാമിലെ രണ്ട് സുന്നികളാണെങ്കിലും ഒന്ന് ഹനഫികളും മറ്റേത് മലൈക്കികളുമാണ്. അത് മാത്രവുമല്ല, UAE-യിൽ ഷാഫി വിഭാഗത്തിൽപ്പെട്ട മറ്റ് ആൾക്കാരുമുണ്ട്. രണ്ട് രാജ്യങ്ങളിലും കുറച്ച് ഷിയാക്കളുമുണ്ട്. ഏതാണ്ട് എനിക്ക് തോന്നുന്നത് സൗദി അറേബ്യയിൽ വന്നാൽ ഏതാണ്ട് മൊത്തം ജനസംഖ്യയുടെ ഒരു 7-8% ഷിയാക്കളാണ്. അത്രയില്ലെങ്കിലും ഒരു 5% ഷിയാക്കൾ UAE-യിലും തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഇറാനോടുള്ള ബന്ധം നോക്കുവാണെങ്കിൽ യഥാർത്ഥത്തിൽ UAE-ക്ക് അത്യാവശ്യം ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ട് ഇറാനുമായിട്ട്. പല കാര്യങ്ങളിലും UAE ഇറാനുമായിട്ട് ഇടപെടുകയും
അവരുമായിട്ട് ചർച്ചകൾ നടത്തുകയും ചെയ്യും. അവരുമായിട്ടുള്ള സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ബന്ധം, അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ചില ബന്ധങ്ങൾ UAE നിലനിർത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരാൻ പോകുന്ന ഒരു സങ്കീർണമായ അവസ്ഥയാണ് യമനിൽ. കാരണം ദക്ഷിണ യമൻ ഞാൻ പറഞ്ഞ പോലെ ഇനി ആര് പിടിച്ചെടുക്കും? നാഷണൽ ഷീൽഡ് ഫോഴ്സ് എന്ന സൗദിയുടെ പിന്തുണയുള്ളവരാണോ, അതോ സദേൺ ട്രാൻസിഷണൽ പിന്നെ എന്താണ് കൗൺസിൽ എന്ന് പറയുന്ന UAEയുടെ പിന്തുണയുള്ളവരാണോ എന്നുള്ള ഒരു തർക്കം അല്ല എന്നുള്ള ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ STC പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളും പിടിച്ചെടുത്തിരുന്നു. അതായത് സൗദിയുടെ പിന്തുണയ്ക്കുന്ന ആൾക്കാരെ പിറകോട്ട് പോയി. അപ്പോൾ അതാണ് സൗദിക്ക് ക്രോധമുണ്ടാക്കിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സൗദി നേരിട്ട് ഇടപെട്ടതെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവിടെ വേറൊരു പ്രശ്നം വരും. അങ്ങനെയാണെങ്കിൽ ഹുതികൾ ഇതിലേതെങ്കിലും ഒരു വിഭാഗവുമായിട്ട് എന്തെങ്കിലും ഒത്തുതീർപ്പുണ്ടാക്കുമോ? സ്വാഭാവികമായിട്ടും ഞാൻ കരുതുന്നത് ഹുതികൾ സൗദിയെ ഒരു കാരണവശാലും സൗദിയുമായിട്ട് ഒത്തുതീർപ്പിന് പോകില്ല. അപ്പോൾ അവർ നാഷണൽ ഷീൽഡ് ഫോഴ്സിനെതിരെ സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ ആയിട്ട് ചില നീക്കുപോക്കുകൾ നടത്താനുള്ള സാധ്യത മുൻകൂട്ടി നമുക്ക് കാണേണ്ടി വരും. കാരണം ദക്ഷിണ യമൻ ഇപ്പോൾ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകണമെന്നാണ് ഈ STC പറയുന്നത്. അതേസമയം സൗദിയുടെ സപ്പോർട്ടുള്ള നാഷണൽ ഷീൽഡ് ഫോഴ്സ് പറയുന്നത് ദക്ഷിണ യമനും ഉത്തര യമനും യോജിച്ച് ഒരൊറ്റ രാജ്യമായി തുടരണമെന്നാണ്. അപ്പം ഈ വിഭജിക്കുക എന്നുള്ളത് ഒരു നിർദ്ദേശം ഹുതികൾക്കും സ്വീകാര്യമാവും. അങ്ങനെ സ്വീകാര്യമായാൽ വടക്കൻ യമൻ അവരുടെ നിയന്ത്രണത്തിൽ തന്നെ, പിന്നെ ഷിയാക്കളുടെ നിയന്ത്രണത്തിൽ നിൽക്കും. തെക്കൻ യമൻ UAEയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് സുന്നി വിഭാഗത്തിൻ്റെ, മലീക്കികളുടെ അല്ലെങ്കിൽ പിന്നെ ഷാഫി വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് എത്തും. അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം സൗദിയെ ഇപ്പോൾ തൽക്കാലം ഒറ്റപ്പെടുത്തുക എന്നുള്ളത് ഒരു തരത്തിൽ ഇറാൻ്റെ തീർച്ചയായിട്ടും ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ്. അത് മാത്രവുമല്ല, അക്കാര്യത്തിൽ ഇപ്പോഴത്തെ പ്രതിസന്ധികൾ അങ്ങനെ ചിന്തിക്കാൻ UAE പ്രേരിതമായാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ഈ സൗദിയായിട്ട് ഉണ്ടാക്കിയ കരാറ് വലിയ ഒരു മണ്ടത്തരമായി എന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാകും. കാരണം അവർക്ക് ഇതിലേതെങ്കിലും ഒരു കക്ഷിയുടെ വിരോധം സമ്പാദിക്കാൻ നിവർത്തിയില്ല. പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ സൗദിയുമായിട്ടൊരു പ്രതിരോധ കരാർ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ UAEയുടെ വിരോധം അവർക്ക് സമ്പാദിക്കേണ്ട വരത്തില്ലായിരുന്നു. ഈ വിഷയത്തിൽ തന്ത്രപരമായ നിലപാടുമായിട്ട് അവർക്ക് മാറി നിൽക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരിവിടെ കൊണ്ട് തലവെച്ച് കൊടുത്തിരിക്കുകയാണ്. ലിബിയയിലും ഇതിന് സമാനമായ ഒരു പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ ചെന്നുപെട്ടിരിക്കുന്നത്. അവിടെയും തുർക്കി, ഇവിടെ UAEയും പിന്നെ സൗദി അറേബ്യയും ആണെങ്കിൽ ലിബിയയിൽ തുർക്കിയും സൗദിയും ആണ് രണ്ട് ഭാഗത്തായിട്ട് നിൽക്കുന്നത്. അപ്പം ഇതൊക്കെ ഈ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക, കാരണം ഒരുപക്ഷെ സമയം തീരാറായി എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പലപ്പോഴും ഈ ഗൾഫിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നോക്കുമ്പോൾ ഇതെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളാണ്, അവരെല്ലാം പിന്നെ മച്ചാണ്, അവരെല്ലാം ഒന്നാണ് എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കും. അത് ഈ നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ മതേതര പ്രസ്ഥാനങ്ങൾ പരത്തുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. ഇത് അങ്ങനെയല്ല. അവിടെ ഓരോ വിഭാഗത്തിനും അവരുടേതായ വിശാലമായ ഇസ്ലാമിൻ്റെ കുടക്കീഴിൽ നിൽക്കുന്ന ഇവർക്കെല്ലാം തന്നെ അവരുടേതായ ലോയൽറ്റീസ് ഉണ്ട്. അത് ഗോത്രമാവാം, ഞാനീ പറഞ്ഞ പോലെ ഇസ്ലാമിക് സ്കൂൾ ഓഫ് ജൂറിസ്പ്രൂഡൻസ് ആവാം. ഇത് ഈ പിന്നെ സുന്നികളാകുമ്പോൾ തന്നെ ഇത് ഹനഫിയും ഷാഫിയും അല്ലാത്ത ഒരു വിഭാഗമാണ് ഒമാനിൽ ഇബാദികളെന്ന് പറയും. അങ്ങനെ പല പല വിഭാഗങ്ങളുണ്ട് ഇതിനകത്ത്. ഇവരൊക്കെ തന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത വലിയ വിദ്വേഷങ്ങളുമുണ്ട്, ഒരുപാട് സംഘർഷങ്ങളുമുണ്ട്. എന്തായാലും ശരി, ഈ വരുന്ന ദിവസങ്ങളിൽ നഷ്ടം ഈ പിന്നെ വീട്ടിൽ ഏത് അതിഥി വന്നാലും തല പോകുന്നത് കോഴിയുടേതാണെന്ന് പറയുന്ന പോലെ നഷ്ടം ഒടുവിൽ പാകിസ്ഥാനായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ സംഘർഷത്തിൽ ഇനിയും ഒരേ സമയം സൗദി അറേബ്യയിൽ നിന്നും ഒരു കൈകൊണ്ട് സൗദിയിൽ നിന്നും മറു കൈകൊണ്ട് UAEയിൽ നിന്നും ഭിക്ഷ വാങ്ങിക്കാം എന്നുള്ളത് നടക്കില്ല. പാകിസ്ഥാൻ ഏതെങ്കിലും ഒരു രാജ്യത്തെ ഭിക്ഷ മാത്രമേ ഇനി പാകിസ്ഥാനിൽ ലഭിക്കുകയുള്ളൂ. UAE തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ ചെറിയ ഇടപെടൽ പോലും ദീർഘനാളത്തേക്ക് അവർ കരുതി വെക്കും. കാരണം ഒരു 2-3 കൊല്ലത്തിന് മുമ്പ് UAE പറഞ്ഞിരുന്നു, പൈസ വേണമെങ്കിൽ ഓടി പിന്നെ ദുബൈയിൽ വരും അല്ലെങ്കിൽ അബുദാബിയിലെത്തും. പക്ഷേ തിരിച്ചു വന്നു കഴിഞ്ഞുകൊണ്ട് വലിയ വീരവാദം പറയുകയും ചെയ്യും. രണ്ടും കൂടി ഇനി വേണ്ട എന്ന് UAE കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വളരെ കർശനമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ പാകിസ്ഥാനായിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത്. UAEയും സൗദിയും ഞാൻ കരുതുന്നത് തൽക്കാലത്തേക്ക് അവർ
ഈ സംഘർഷം ഉണ്ട്, അവരുടെ താല്പര്യങ്ങളുണ്ട്. പക്ഷെ അവർ വിശാലമായ ഒരു ഒത്തുതീർപ്പിലേക്ക് അവർ എത്തിച്ചേരും. കാരണം UAE ഇപ്പോൾ ഒന്ന് തണുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. UAE ഇപ്പോൾ സംഘർഷത്തിന്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അവരൊരുപക്ഷെ തൽക്കാലം പിന്മാറാം. പക്ഷെ എന്നിരുന്നാലും ദീർഘനാളത്തേക്ക് രണ്ടുപേരുടെ താല്പര്യങ്ങൾ രണ്ടാണ് യമനിൽ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം, സദേൺ ട്രാൻസിഷൻ കൗൺസിൽ, അതായത് UAE സപ്പോർട്ടുള്ളവർ ഹുതികളുമായിട്ട് അന്തിമ നിമിഷം ചില നീക്കുപോക്കുകൾ നടത്തി അവരുടെ മേൽക്കോയ്മ ദക്ഷിണ യമനിൽ നിലനിൽക്കാൻ തന്നെയാണ് സാധ്യത. കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ നിൽക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം.